ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട 7 പേർ ഇന്തോനേഷ്യയിൽ അറസ്റ്റിലായി. ഇന്തോനേഷ്യൻ സന്ദർശനത്തിനിടെ മാർപ്പാപ്പയെ കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. ജക്കാർത്തയ്ക്കു സമീപം ബെഗോർ, ബക്കാസി എന്നിവിടങ്ങളിൽ നിന്നായി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് 7 പേരെയും പോലീസ് പിടികൂടിയത്. അതേസമയം ഇവർക്ക് പരസ്പരം അറിയാമോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ മാർപ്പാപ്പ ഇസ്തിഗ്ലാൽ മസ്ജിദിലും സന്ദർശനം നടത്തിയിരുന്നു. ഇതിൽ രോക്ഷം കൊണ്ട് ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്ന് പോലീസ് വക്താവ് പറഞ്ഞു. രഹസ്യവിവരത്തെ തുടർന്ന് ഇവരെല്ലാവരും താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അമ്പും വില്ലും, ഒരു ഡ്രോൺ, ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ലഘുലേഖകൾ എന്നിവ കണ്ടെടുത്തു. പിടിയിലായവരിൽ ഒരാൾ ഭീകരപ്രവർത്തകനും വിറാൻഡോയിൽ മുൻപ് നടന്ന ആക്രമണത്തിലെ പ്രതിയുമാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്തോനേഷ്യയിലെത്തിയത്. അതേസമയം ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ മാർപ്പാപ്പ പാപ്പുവ ന്യൂഗിനിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മാർപ്പാപ്പയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ഗവർണർ ജനറൽ ബോബ് ദാദെ വിമാനത്താവളത്തിലെത്തി മാർപ്പാപ്പയെ സ്വീകരിച്ചു. പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയവരുടെ നൃത്തം വാദ്യാഘോഷവുമായി വഴി നീളെ അണിനിരന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പീഡിതരുമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് കത്തോലിക്ക സഭ പ്രത്യേക പരിഗണന നൽകണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും മുൻവിധികളും മൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് പ്രധാനമായും സ്ത്രീകളാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. ചടങ്ങുകളിലുടനീളം പാപ്പുവ ന്യൂഗിനിയിലെ സ്ത്രീകളുടെ പരിതാപാവസ്ഥ മാർപ്പാപ്പ പ്രത്യേകം പരാമർശിച്ചു. UN ലിംഗസമത്വ സൂചികയിൽ 166 രാജ്യങ്ങളിൽ 151 സ്ഥാനമാണ് പാപ്പുവ ന്യൂഗിനിക്ക്. ഇവിടുത്തെ 60% സ്ത്രീകളും ശാരീരികമായും ലൈംഗികമായും പീഡനം അനുഭവിക്കുന്നവരാണ്. പാപ്പുവ ന്യൂഗിനിയുടെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ പരിസ്ഥിതിക്ക് ദോഷമാകാതെ സുസ്ഥിര വികസനത്തിനും വിധം നിയോഗിക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിനായി അയൽ രാജ്യങ്ങളായ വനൗത്തു, നൗരു എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരും ടോങ്കോങ്ങിലെ പ്രധാനമന്ത്രിയും എത്തിയിരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന 11 ദിവസത്തെ അന്താരാഷ്ട്ര പര്യടനത്തിനായി അദ്ദേഹം ആകെ 32,000 കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത്. തന്റെ പാപ്പ പദവിയിലെ ഏറ്റവും ദീർഘമായ യാത്രകളിൽ ഒന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചത്.